കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചെളി വന്ന് വീണതേ ഈ സത്യഭാമയുടെ മുഖത്താ. സത്യഭാമയുടെ മുഖത്ത്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മേ. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ചെയ്തത് ഞാനാ. എന്നെ പോലീസ് കൊണ്ട ഈ വിവരം അമ്മ അറിയരുതെന്നേ എല്ലാവരുടെ എടുത്തു പറഞ്ഞതേ ഈ ഞാനാ. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യമൊന്നും ഈ സമയത്ത് പറയാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ അമ്മ തിരിച്ചു കിട്ടില്ല എന്ന ഡോക്ടർ പറഞ്ഞ. ഭാമേ, അവൻ പറഞ്ഞ സത്യവാ. അതൊരു തെറ്റാണെങ്കിൽ ഞാനും അതിലൊരു പങ്കാളിയല്ലേ? അതൊരു തെറ്റ് തന്നെയായിരുന്നു. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചില്ല അല്ലേ? പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് വെച്ച് ഞാനാ ആ സിയെ വെല്ലുവിളിച്ചത്. നീ ഇതറിയുന്ന സമയത്ത് അവൻ ഉണ്ടാവില്ലെന്ന്. അതിന്റെ തൊട്ടു പിന്നാലെ അവന്റെ സ്റ്റേഷനിലെ ഇരുമ്പഴിക്കുള്ളിൽ നിന്നെ കാണുമ്പോ എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? അവിടെ കുനിഞ്ഞു പോയതാ ഈ സത്യഭാമയുടെ ശിരസ്. ഇതിലും ഭേദം ആ സ്ട്രോക്കിൽ ഞാനങ്ങ് മരിക്കുന്നതായിരുന്നു നല്ലത്. രാഘവേട്ട, ഞാൻ എന്റെ ഹൃദയത്തിൽ തൊട്ട് തന്നെയാ പറയുന്നത്. നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ മരണം തന്നെ എനിക്കിഷ്ടം. ഇങ്ങനൊന്നും ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ഭാമേ. രാഘവേട്ട, ഇങ്ങനെയൊന്നും ഉണ്ടാവേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇവിടെ പായസത്തിൽ വിഷം ചേർത്തില്ലായിരുന്നുവെങ്കിൽ. സത്യമേ, അടിപൊളി. അമ്മ എന്തൊക്കെയാ പറയുന്നേ? സത്യം, സത്യം മാത്രം. ഇവള് പായസത്തിൽ എന്തോ ചേർക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. പായസത്തിൽ വിഷം കലർന്നിരുന്നു ഇവള് പോലീസിനോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഈ വീട്ടിലുള്ള ഒരാൾ, അതായത് ഇപ്പോ ഇവിടെ നിൽക്കുന്നവരിൽ ഒരാളാണ് പായസത്തിൽ വിഷം ചേർത്തതെന്ന് ഇവൾക്ക് ഉറപ്പാണത്രേ. അപ്പോഴത് ആരാ? പായസം ഉണ്ടാക്കിയ ഞാൻ തന്നെ. വസുമതി പറഞ്ഞതുപോലെ സംശയിക്കാൻ 100 ന്യായങ്ങൾ ഇവള് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. രാഘവേട്ട, ഞാൻ എന്റെ മകളുടെ കുഞ്ഞിനെ പിച്ച് ചീന്തി ചോര കുടിക്കുന്ന രക്തയക്ഷി. ഇവളാകട്ടെ അതിന്റെ രക്ഷകയായ മാലാഖ. സത്യമേ, മനസ്സാ വാച ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയും നിനക്ക് ഈ അഭിനയം തുടരാനാവില്ല ശാലിനി. നിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണ് കഴിഞ്ഞു. ഒരിക്കലുമില്ല സത്യാമ്മ. സത്യാമ്മയ്ക്കും ഈ കുടുംബത്തിനും വേണ്ടി ഞാൻ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. പഴമുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാനാവില്ല സത്യാമ്മ. സത്യം മറന്നിക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും. അപ്പോഴറിയാം യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന്. ഇപ്പോഴും എന്നെ കുറ്റവാളിയാക്കാൻ തന്നെയല്ലേ ഇവളുടെ ശ്രമം. പറഞ്ഞത് കേട്ടില്ലേ? യഥാർത്ഥ കുറ്റവാളി വെളിയിൽ വരുമെന്ന്. സത്യാമ്മ, ഞാൻ സത്യാമ്മയെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. മിണ്ടി പോകരുത് നീ. പായസത്തിൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, നീ തന്നെയാ. സത്യമേ, ഞാനല്ല. അല്ല, നീ അടി. നീ തന്നെയാ അതിൽ വിഷം ചേർത്തത്. എക്സ്ക്യൂസ് മീ. വി ആർ ഫ്രം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്. പ്രീതിയുടെ കേസിൽ ഇവിടെ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കാൻ വന്നതാണ്. സർ, ഒരു മിനിറ്റ്.
പൊന്നി, നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഇങ്ങോട്ടിരിക്കണം സാർ. സാർ, കേസിന്റെ അന്വേഷണം അതുമായി ഞങ്ങൾക്ക് ബന്ധമില്ല സാർ. പായസത്തിൽ വിഷം ചേർത്തിരുന്നുവെന്നും എങ്കിലത് ആരുടെ കൈകൊണ്ടാണെന്നും കണ്ടെത്തുകയാണ് ഞങ്ങളുടെ ജോലി. വിഷം കൊണ്ടുവന്ന കുപ്പിയിലോ പൊതിയിലോ ഒക്കെ പ്രതിയുടെ ഫിംഗർ പ്രിന്റ് കാണുമല്ലോ. ഒലക്കയുടെ മൂട്. സർ, ഇതിലുണ്ട് വിഷം ചേർത്തയാളുടെ ഫിംഗർ പ്രിന്റ്. ഇവിടെ ഇപ്പോഴുള്ളവർ തന്നെയല്ലേ അന്നത്തെ ഫംഗ്ഷനിലുണ്ടായിരുന്നത്? അതെ സർ. പിന്നെ പ്രീതിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അർജുൻ. ഇപ്പോ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് മാത്രം മതി. ചായ അവിടെ വെച്ചോളൂ. പേര് പറയൂ. ശാലിനി. ദാ. സാർ, എന്റേത് വേണ്ടേ? വേണ്ട സാർ. സർ, എന്റെ ഫിംഗർ പ്രിന്റും എടുക്കണം. ആർക്കും സംശയം വേണ്ട. ബാക്കി എല്ലാവരും കൂടെ എടുക്കാം. ഇനിയല്ലേ പേര്? രമണൻ പിള്ള. എന്താ പേര്? പൊന്നി. പതിപ്പിച്ചോളൂ. പേര്? സുസ്മിത. ഇനി മറ്റേ കൈ. സർ, റിപ്പോർട്ട് എപ്പോൾ കിട്ടും? അത് റിപ്പോർട്ട് ഞങ്ങൾ പോലീസിനാണ് കൈമാറുന്നത്. എന്തായാലും അധികം വൈകില്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല സാർ, ചായ കുടിച്ചില്ലല്ലോ. അത് പിന്നൊരു അവസരത്തിലാവാം. എന്നാ ശരി. ശാലിനി,
എന്നെ വീഴ്ത്താനാ നീ കെണി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ കുടുങ്ങാൻ പോകുന്നത് നീ തന്നെ ആയിരിക്കും. നീ തന്നെ. കുറ്റവാളി ആരായാലും രക്ഷപ്പെടാൻ പാടില്ല സത്യാമ്മേ. അതിപ്പം ഞാനാണെങ്കിൽ ഞാൻ ശിക്ഷ എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. സർ, വാങ്ങണം സർ. സാറിന്റെ അധ്വാനത്തിന്റെ പ്രതിഫലം സാറിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. ഇനി ഞാനിത് ചോദിക്കാൻ വരില്ല. എടോ ശരിയെ, എടോ അങ്ങനെ അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് സർ. മരം കയറി വായി നോക്കി നടന്നവളെ ശാരിക, കയ്യിലിരിക്കുന്ന ലോട്ടറിയുടെ വിലയറിയാത്തവൾ. എടോ താൻ, ഇയാള് തുടങ്ങിയ ബഹുമാന സൂചകമായ സംബോധനകളൊന്നും വേണ്ട സർ. എന്റെ കവളത്തടിച്ചപ്പോ വിളിച്ചത് തന്നെ മതി. ഇനിയും എടോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിലെനിക്ക് പശ്ചാത്താപമുണ്ട്. പശ്ചാത്തപിക്കണ്ട സർ. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു എനിക്ക്. എന്റെ ചെകിടത്തടിച്ചെങ്കിലും സാർ ഒരു പുരുഷനാണെന്ന് തെളിയിച്ചല്ലോ. ശരിയെ, എടോ അതോടെ ഈ വീട്ടിലെ സ്ഥാനം എന്താണെന്ന തിരിച്ചറിവുണ്ടായി എനിക്ക്. അമ്മ കൃത്യമായിട്ട് എനിക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിയെ, അത് എടോ അത് അങ്ങനെയൊന്നും അല്ല. എടോ ശാരിയെ, പുതിയ ശീലങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട സർ. സാറിന്റെ ടെൻഷനൊക്കെ വൈകാതെ ഒഴിയും.
എടോ താൻ സുസ്മിതയ്ക്കൊരുക്കിയ കെണിയിൽ നീ തന്നെ പെട്ടു ശാലിനി. ഫോറൻസിക്കുകാർ കൊണ്ടുപോയ കിറ്റിൽ എൻ്റെ അല്ല, നിന്റെ വിരലടയാളാ ഉള്ളത്. പായസത്തിൽ വിഷം കലർത്തിയതും പ്രീതിയുടെ ഗർഭം അലസിപ്പിച്ചതും നീയാണ്. പിന്നെ ഭാമാന്റെ നിന്നെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കില്ല. ഈ വീടിന് പുറത്താ നീ. ജയിലിലേക്ക് പോകാൻ ഒരുങ്ങിക്കോ. അശ്വമേധത്തിനിറങ്ങിയ കുതിരയാ ഞാൻ. സുസ്മിതയെ തളയ്ക്കാൻ നിന്റെ കയ്യിലുള്ള കടിഞ്ഞാണൊന്നും പോരാതെ വരും. എന്താടി ഇവിടെ? അത് ഞാൻ ഒരു നാടകത്തിനുള്ള പ്രാക്ടീസിലായിരുന്നു. ഡയലോഗ് കാണാതെ പറഞ്ഞു പഠിച്ചതാ. അതില് എന്റെ പേരൊക്കെ പറയുന്ന കേട്ടല്ലോ. നാടകത്തിൽ എനിക്ക് ഓപ്പോസിറ്റുള്ള ക്യാരക്ടറിന്റെ പേര് ശാലിനി എന്നാ. ലോകത്ത് നിനക്ക് മാത്രമേ ശാലിനി എന്ന് പേരുള്ളൂ. നിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറിന്റെ പേര് ശാലിനി എന്ന് തന്നെയാ. പക്ഷേ നാടകത്തിന്റെ അവസാന രംഗം ആയല്ലോ സുസ്മിതേ. നിന്റെ ശരിക്കുള്ള ക്യാരക്ടർ എന്താണെന്ന് എല്ലാവരും അറിയാൻ പോവാ. എന്തൊക്കെയാ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഫോറൻസിക്കുകാർക്ക് എല്ലാം മനസ്സിലാവും. പായസത്തിൽ വിഷം കലർത്തി പ്രീതിയുടെ കുഞ്ഞിനെ കൊന്നവര് ജയിലിലും ആവും. നീ ഒരു ഓലപ്പാമ്പിനെ കാട്ടിയാലൊന്നും സുസ്മിത വരലാൻ പോകുന്നില്ല ശാലിനി. ജയിലിലാവാൻ പോകുന്നതേ നീയാ. തുന്നി വെച്ച ഒരു കുപ്പായം. ആത്മവിശ്വാസം ഇത്തിരി കടുത്തു പോയില്ലേ സുസ്മിത? ഇങ്ങോട്ട് നോക്ക്. ഇതെന്താന്ന് മനസ്സിലായ നിനക്ക്? കിറ്റ് മാറ്റി വെച്ചെന്നോ? എന്തൊക്കെയാടി നീ പറയുന്നേ? അവിടെ കൊണ്ട് സീൻ തീർന്നില്ല സുസ്മിത. കിച്ചണിൽ നിൽക്കുമ്പോഴേ നീ പിന്നിൽ കിടന്ന് കളിക്കുന്നതും വിരളുന്നതും ഒക്കെ കാണുന്നുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് യഥാർത്ഥ തെളിവ് നിനക്കെടുക്കാൻ വിധത്തിൽ അവിടെ തന്നെ വെക്കാൻ മാത്രം മണ്ടിയാണെന്ന് കരുതിയോ? അതെ, ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീൻ കൂടി